നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ്, അതായത് കൂടിപ്പോയാൽ ഒരു 3 മാസം ആകുന്നതേ ഉള്ളൂ, ഈ ഒരു മാസ കാലയളവിനിടയിലാണ് EDയെ ആക്രമിച്ച കേസിൽ കുറച്ചധികം ആളുകൾ പ്രതിക്കൂട്ടിലാവുകയും അതിന്റെ വാർത്തകൾ വരികയും ഒക്കെ ചെയ്തത്. അന്ന് രാത്രിയോട് കൂടി തന്നെ നമ്മളൊരു ബൈറ്റ് കേട്ടിരുന്നു. ഞാനും ഒരു CPM പ്രവർത്തകനാണ്, ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്നത്, ആ ടാക്സിയാണ് ഇപ്പോൾ അടിച്ചു തകർത്തത് എന്നുള്ള വളരെ ഖേദകരമായ ഒരു ബൈറ്റ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നമ്മുടെ ത്രസിപ്പിക്കുന്ന സിംഗക്കുട്ടി, നമ്മുടെ യുവതലമുറയുടെ ചോരത്തിളപ്പായ റഹീം, അദ്ദേഹം ഒരു ബൈറ്റ് നൽകിയിരുന്നു. ആദ്യം നമുക്ക് ആ ബൈറ്റ് കേൾക്കാം. ഇന്നലെ ED ഉപയോഗിച്ച് സഖാവ് പിണറായി വിജയന്റെ വീട്ടിൽ സംഘപരിവാർ നടത്തിയ രാഷ്ട്രീയ നാടകത്തിനിടയിൽ EDയുടെ രാഷ്ട്രീയ വേട്ടയിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയത് നൂറുകണക്കിന് CPIM പ്രവർത്തകരും അനുഭാവികളും ഒക്കെയാണ്. ED ഉദ്യോഗസ്ഥരെയും വഹിച്ചു വന്ന വാഹനങ്ങൾക്കു നേരെ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി ഒഴുകി. അപ്പോൾ ആ സംഭവത്തിൽ ഒരു ടാക്സി കാർ, അയാളൊരു തൊഴിലാളിയാണല്ലോ, ഒരു സാധാരണ തൊഴിലാളി, ആ കാർ ഉപയോഗിച്ച് ഉപജീവന മാർഗം നടത്തുന്നയാളാണ്. വലിയ പ്രതിഷേധത്തിനും രോഷത്തിനും ഇടയിലെ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടുപോയ ആ കാറിൽ വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. അയാൾക്കും പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഒരു തൊഴിലാളി എന്ന നിലയിൽ ആ തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ CPIM എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ CPIMൻ്റെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു. ആ വിവരം നിങ്ങളോട് പറയാനാണ് ഈ മാധ്യമ നിങ്ങളെ കണ്ടത്. സഖാവ് വി ജോയിയും അതോടൊപ്പം തന്നെ സഖാവ് കടകംപള്ളി സുരേന്ദ്രനും രണ്ടുപേരും ആ ചെറുപ്പക്കാരനുമായി സംസാരിക്കുകയും അദ്ദേഹം ഞങ്ങളെ കാണുകയും ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ കേൾക്കുകയും അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനുണ്ടായ വ്യക്തിപരമായ ആ നഷ്ടത്തിൽ, തീർച്ചയായും ഒരു തൊഴിലാളിക്കുണ്ടായ വ്യക്തിപരമായൊരു നഷ്ടം, ഒരു സാധാരണ മനുഷ്യനുണ്ടായ വ്യക്തിപരമായ നഷ്ടത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോട് അങ്ങേയറ്റം വളരെ കൃത്യമായി തന്നെ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപജീവന മാർഗമാണല്ലോ, അപ്പോൾ ആ അർത്ഥത്തിൽ ഞങ്ങളതിനെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം, അദ്ദേഹവുമായി സംസാരിച്ച കാര്യവും നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണാൻ വേണ്ടി തയ്യാറായത്. പ്രധാനമായും നിങ്ങളുടെ മുമ്പിൽ വന്ന ഒരാളാണ് ഞങ്ങളുടെ മുൻപിൽ ഇപ്പോഴുള്ളത്. അത് ആ മുൻപിൽ സഞ്ചരിച്ച ശ്യാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പ്രധാനപ്പെട്ട വാഹനം. അതിനാണ് കൂടുതൽ കേടുപാട് സംഭവിച്ചിരിക്കുന്നത്. മറ്റുള്ള ആളുകളെ അവർക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞു, അവരെയും ഞങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കേടുപാടുണ്ടായത് ഈ പറയുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ആ യഥാർത്ഥ മാധ്യമങ്ങളോടും ഞങ്ങൾക്ക് കാര്യത്തിൽ നന്ദിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ സമൂഹത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ നിങ്ങളും വഹിച്ച പങ്കിനെ ഞങ്ങൾ ശ്ലാഘിക്കുകയാണ്. ഞങ്ങളും അക്കാര്യത്തിൽ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPIMനെ പോലൊരു തൊഴിലാളി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണതെന്ന് തിരിച്ചറിഞ്ഞാണ് ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് ആ ചെറുപ്പക്കാരനുമായി ഞങ്ങൾ നേരിട്ട് സംസാരിച്ചു. ശരി, അല്ല, നഷ്ടം ഇപ്പോൾ അതിൻ്റെ നഷ്ടത്തെ സംബന്ധിച്ച് പരിശോധന നടത്തി വരണം, എത്രയാണെന്നുള്ളത് പറയട്ടെ. അതെ, അസസ് ചെയ്യണം. അസസ്മെൻറ്റിന് ശേഷം ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ആ കാര്യങ്ങൾ അവരുമായി. ഈ ബൈറ്റ് വന്ന് അതിൽ പറയുന്ന വാചകം കേട്ടപ്പോൾ ഇതാ അദ്ദേഹത്തിന് ഒരു ആനുകൂല്യം എന്തെങ്കിലും നൽകുന്നു, അല്ലെങ്കിൽ ഒരു സഹായം നൽകുന്നു എന്നായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ മറ്റൊരു വാർത്ത കൂടി നമ്മൾ കൂട്ടി വായിച്ചിരുന്നു. ഇങ്ങനെ സഹായം കൊടുത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വാ മൂടിക്കെട്ടാനായിരിക്കാം ഒരു പക്ഷേ ഇവർ ഇങ്ങനെ കാണിക്കുന്നത് എന്ന്. എന്നാൽ അതിനുപരി അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ എന്തായാലും ഇദ്ദേഹത്തെ സഹായിക്കും, കാരണം അത് ആ ഒരു നഷ്ടം, അദ്ദേഹത്തിനുണ്ടായ നഷ്ടം, അത് പാർട്ടി ഏറ്റെടുക്കേണ്ട നഷ്ടമാണെന്ന് വലിയ വായിൽ വന്ന് ഡയലോഗ് അടിച്ചത് മാത്രമേ നടന്നുള്ളൂ. മാസം 2 കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉപജീവന മാർഗത്തിന് വേണ്ടി പെയിന്റ് പണിക്ക് പോവുകയാണ്. ED ഉദ്യോഗസ്ഥർക്കെതിരായ പ്രതിഷേധത്തിനിടെ ടാക്സി കാർ തല്ലിത്തകർത്ത സംഭവത്തിൽ ഡ്രൈവറെ സഹായിക്കുമെന്ന വാക്കു പാലിക്കാതെ CPM. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിന് മുന്നിൽ CPM പ്രവർത്തകർ തകർത്ത കാറ് ഇപ്പോഴും വർക്ക്ഷോപ്പിൽ തന്നെയാണ്. അറ്റകുറ്റപ്പണി നടത്തിയതിനുള്ള 1.85 ലക്ഷം രൂപ നൽകാൻ കഴിയാത്തതിനാലാണ് കാറ് പുറത്തിറക്കാനാകില്ല എന്ന് ഉടമ ശ്രീകാര്യം സ്വദേശിയായ ആർ ശ്യാംരാജ് പറയുന്നത്.
വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി വാഹനം ജപ്തി ഭീഷണിയിലുമാണ്. സംഭവം നടന്ന 1.5 മാസം പിന്നിട്ടിട്ടും CITU ഓട്ടോ ടാക്സി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ ശ്യാംരാജിനെ സഹായിക്കാൻ CPM നേതൃത്വം തയ്യാറായിട്ടേയില്ല. CITU എന്നൊക്കെ പറയുന്നത് CPMന്റെ ഏറ്റവും അടുത്ത ഒരു തൊഴിലാളി പാർട്ടിയാണ് അല്ലെങ്കിൽ പ്രസ്ഥാനമാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ലല്ലോ. കാറിന്റെ ചില്ല് തെറിച്ച് ശ്യാംരാജിന്റെ കണ്ണിനും പരിക്കേറ്റിരുന്നു. ഒരു തൊഴിലാളിയുടെ ജീവിതമാർഗം ഇല്ലാതാക്കിയതിൽ പാർട്ടിക്ക് ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടെന്നും ഡ്രൈവറുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നതിന് ഇടപെടുമെന്നുമാണ് CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന AA റഹീം MP അന്ന് ആവർത്തിച്ചു പറഞ്ഞത്. ഇന്ന് റഹീം MP പറഞ്ഞിടത്ത് പൂടയുമില്ല ആടുമില്ല. റഹീം MP ഡൽഹിയിലേക്ക് പറഞ്ഞു. ഇതിപ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഏതാണ്, എന്ത് ഇടി, ഏത് ശ്യാംരാജ് എന്നൊക്കെ ചോദിച്ചു കളയും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചോദിക്കാൻ ആരും മുതിരുന്നുമില്ല. എന്തായാലും സംഭവ ദിവസം ഏതാനും നേതാക്കൾ ഫോണിൽ ബന്ധപ്പെട്ടതല്ലാതെ പാർട്ടിയിൽ നിന്ന് സഹായമൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നാണ് ശ്യാംരാജ് പറയുന്നത്. വാഹനത്തിന്റെ ഫിറ്റ്നസ് തീർത്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ആക്രമണം. അതിനാൽ കേടുപാടുകൾ തീർക്കാൻ ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ടായിട്ടില്ല. കാർ ഇല്ലാതായതോടുകൂടി ഉപജീവന മാർഗത്തിനായി പെയിന്റിംഗ് ജോലിക്ക് പോവുകയാണ് ശ്യാംരാജ് നിലവിൽ. മെയ് 27 നടന്ന സംഭവത്തിൽ CPM പ്രവർത്തകർ 2 കാറുകൾ ആക്രമിച്ചപ്പോൾ കൂടുതൽ കേടുപാടുകൾ ഉണ്ടായതും ശ്യാംരാജിന്റെ വാഹനത്തിനാണ്. 3 വനിതകളടക്കം 5 ഉദ്യോഗസ്ഥരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ആദ്യം മുട്ടയെറിഞ്ഞ പ്രവർത്തകർ തുടർന്ന് ഇഷ്ടികയും കരിങ്കല്ലും ഉപയോഗിച്ച് കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. മറ്റു ഭാഗങ്ങൾക്കും കേടുപാടുകൾ വരുത്തിയിരുന്നു. നമുക്കറിയാം ഈ വാഹനമാണ് ആദ്യം ഇറങ്ങി വന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവന്റെ ബലമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന വീട്ടുകാരുടെ, ഭാര്യയുടെ, മക്കളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് കൂടുതൽ പരിക്കുകളൊന്നും സംഭവിക്കാതിരുന്നത്. ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഉപജീവന മാർഗത്തിന് വേണ്ടി ചെയ്യുന്ന പെയിന്റിംഗ് പണിക്ക് പോലും അദ്ദേഹത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു പക്ഷേ മാറിയേനെ. കാരണം അത്രയും ആക്രോശിച്ച് കാട്ടാളന്മാരെ പോലെ നിന്ന ജനക്കൂട്ടത്തിനിടയിലേക്കാണ് ED ഉദ്യോഗസ്ഥരെ അദ്ദേഹം കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും അറിയുന്നില്ല, ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിതയല്ല. EDയുടെ സ്വന്തം വാഹനമാണ് എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം ഈ പ്രവർത്തകർ ഇതൊക്കെ ചെയ്തത്. EDയുടെ സ്വന്തം വാഹനമാണ് എന്ന് വിചാരിച്ച് തന്നെ ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ വന്നപ്പോൾ ന്യായീകരണം അത് EDയുടെ വാഹനമല്ല, അതുകൊണ്ട് തന്നെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്ന വാദമായിരുന്നു ഇവർക്ക് വേണ്ടി, അതായത് പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത്. എന്നാൽ ആ അഭിഭാഷകന്റെ വാദത്തെ ഒടിച്ചു മടക്കി പെട്ടിയിലാക്കി 4 പാർട്ടാക്കി കോടതി തന്നെ കളയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശ്യാംരാജിനെ സഹായിക്കാൻ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഇതൊക്കെയാണ് CPMന്റെ തൊഴിലാളി സംഘടനയിൽപ്പെട്ട ഒരു നേതാവിനോട് അല്ലെങ്കിൽ തൊഴിലാളി സംഘടനയിൽപ്പെട്ട ഒരു തൊഴിലാളിയോട് കാണിക്കുന്ന ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും താഴ്നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് നമുക്ക് ഇതിനേക്കാൾ വലിയ ഉദാഹരണം നൽകി പറയാനേ സാധിക്കില്ല.